നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രങ്ങളായ പല കാര്യങ്ങളും ഇടയ്ക്ക് ലോകത്ത് നടക്കാറുണ്ട്. അത്തരത്തിൽ ഒട്ടനവധി വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറിയത്. ഇപ്പോഴിതാ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ചാടിയ ഒരു യുവാവിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. വിമാനത്തിൽ നിന്നും എമർജൻസി എക്സിറ്റ് വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടിയാൽ പിടിയിലായിരിക്കുകയാണ്. സാന്റിയാഗോയിൽ നിന്നും ഷിക്കാഗോയിലേക്ക് പോകുകയായിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരൻ ഇത്തരത്തിൽ പുറത്തേക്ക് ചാടിയത്. വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷമാണ് റാൻഡി ഫ്രാങ്ക് ഡെവില വിമാനത്തിൽ നിന്ന് പുറത്തു ചാടിയത്. ഇദ്ദേഹത്തിന്റെ പ്രായം 57 എമർജൻസി എക്സിറ്റ് വിൻഡോ തുറന്ന് പുറത്തിറങ്ങിയ ശേഷം വിമാനത്തിന്റെ ചിറകിലൂടെ ഇദ്ദേഹം നടന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു. ഇയാളെ പോലീസ് ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുമുണ്ട്. ക്രിമിനൽ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായി തന്നെ മറ്റൊരു വാർത്തയും പുറത്തു വരികയാണ്. യോഗ്യതയില്ലാത്ത ഒരാൾ പൈലറ്റായി ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഒരു അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന വിമാനം പറപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിവരം അറിഞ്ഞ് പറന്നുയർന്ന് 40 മിനിറ്റിനകം തന്നെ വിമാനം തിരികെ വിളിപ്പിക്കുകയും ചെയ്തു. പിന്നെ പുതിയ പൈലറ്റ് എത്തുന്നവരെ യാത്രക്കാർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ച വെർജിൻ അറ്റ്ലാന്റിക്കിന്റെ വിമാനത്തിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. പറന്നുയർന്ന് 40 മിനിറ്റുകൾക്ക് ശേഷം കോപ്പൈലറ്റ് താൻ അവസാനത്തെ ഫ്ലൈയിങ് ടെസ്റ്റ് പാസ്സായിട്ടില്ലെന്ന് സമ്മതിക്കുകയായിരുന്നു. ആ സമയത്ത് വിമാനം അയർലാൻഡിന് മേൽ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ എയർബസ് A330 വിമാനം ഹീത്രോയിലേക്ക് തിരിച്ചു വിളിച്ചു. ഭരണപരമായ ഒരു പിഴവ് എന്ന് മാത്രമായിരുന്നു യാത്രക്കാരോട് ഇവർ പറഞ്ഞത്. എന്നാലോ യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടില്ലെന്നും 2 പൈലറ്റുമാരും പൂർണ്ണമായി ലൈസൻസ് ഉള്ളവരായിരുന്നുവെന്നും വെർജീനിയ അറ്റ്ലാന്റിക് വക്താവ് അറിയിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ആഭ്യന്തര നയമനുസരിച്ച് ഒരു ട്രെയിനിങ് ക്യാമ്പിന് കീഴിൽ ഒരു അന്തിമ വിശകലന പറപ്പിക്കൽ പൈലറ്റുമാർ നടത്തേണ്ടതുണ്ട്. അത് മാത്രമാണ് നടക്കാതിരുന്നതെന്നും കമ്പനി വിശദീകരിക്കുകയുണ്ടായി. ഫസ്റ്റ് ഓഫീസർ എന്ന നിലയിൽ കോ പൈലറ്റിന് വിമാനത്തിന്റെ സുരക്ഷയുടെ ചുമതലയുണ്ട് എന്ന് മാത്രമല്ല, എയർ ട്രാഫിക് കൺട്രോളുമായി സംവേദിക്കുന്നതിനും അതോടൊപ്പം വിമാനം പറത്തുന്നതിൽ പൈലറ്റിനെ സഹായിക്കാനും കോ പൈലറ്റ് ബാധ്യസ്ഥനാണ്. ഇതിനെല്ലാം അർഹതയുള്ള പൈലറ്റ് തന്നെയാണെന്നും ഒരു തരത്തിലുള്ള ഏവിയേഷൻ നിയമങ്ങളോ സുരക്ഷാ നിയമങ്ങളോ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നും കമ്പനി പറയുകയുണ്ടായി. കമ്പനിയുടെ നയത്തിൽ നിന്നും വ്യതിചലിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും വക്താവ് അറിയിച്ചു. അയർലാൻഡിന്റെ പശ്ചിമ തീരം കടന്ന ഉടനെ തന്നെ പൈലറ്റ് അനൗൺസ്മെന്റ് നടത്തുകയായിരുന്നു എന്ന് യാത്രക്കാർ പറയുന്നു. ചില ഭരണപരമായ പിഴവുകൾ സംഭവിച്ചെന്നും ചില കടലാസുകളിൽ ഒപ്പുകൾ വാങ്ങേണ്ടതിനാൽ വിമാനം ഹീത്രോവിലേക്ക് മടങ്ങുകയാണെന്നും അറിയിച്ചതായി യാത്രക്കാർ പറഞ്ഞു. വിമാന കമ്പനിയുടെ പിഴവ് മൂലം യാത്ര വൈകിയാൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ട്. എന്നാൽ ഇത് 3500 കിലോമീറ്ററിലധികം വരുന്ന യാത്രയ്ക്ക് 4 മണിക്കൂറിലധികം കാലതാമസം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഹീത്രോയിൽ നിന്നും ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിലേക്ക് 5540 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും 4 മണിക്കൂർ വൈകാഞ്ഞതിനാൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. വെർജിൻ പോലൊരു കമ്പനി കടലാസ് പണികൾ നേരാവണ്ണം പൂർത്തിയാക്കുന്നതിൽ പിഴവ് വരുത്തുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന യാത്രക്കാർ ഹീത്രോവിൽ വിമാനം ഇറങ്ങിയ ഉടനെ കാര്യമറിയാൻ ബഹളം വച്ചെങ്കിലും ജീവനക്കാർ യഥാർത്ഥ വിവരം മറച്ചുവെക്കുകയായിരുന്നു. പിന്നീട് മറ്റൊരു കോ പൈലറ്റിനെ വെച്ച് യാത്ര പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ യാത്രക്കാർ അറിയുന്നത്. 2 മണിക്കൂർ 40 മിനിറ്റ് വൈകിയാണ് വിമാനം ന്യൂയോർക്കിൽ എത്തുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.